യുടെ കൗൺസിൽ, ജില്ലാ കൗൺസിൽ നടന്നത്. ഞാൻ അതിൽ പങ്കെടുത്താൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം 2 മണി വരെ ജില്ലാ കൗൺസിൽ, പിന്നെ അതിൻ്റെ ശേഷം ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജില്ലയുടെ പുതിയ പ്രസിഡൻ്റായി, സുന്നി സംഘത്തിൻ്റെ പ്രസിഡൻ്റായി ബഹുമാനപ്പെട്ട സയ്യിദ് സലാഹുദ്ദീൻ അൽ ബുഖാരി തങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയൊരു സന്തോഷം. ആദ്യത്തെ അത് കഴിഞ്ഞ് തങ്ങൾ നേരെ കണ്ടുവരിക. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അരികിൽ ആരുമില്ലാതെ, ഒപ്പുണ്ടായിരുന്ന ആരും ഇല്ല. തഖദ്ദം യാ ഹബീബി ലാ തഖഫ്, തങ്ങള് പോയിക്കോളൂ നബിയെ, ഇനി എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. ആരും ഒപ്പുണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ അള്ളാഹുമായുള്ള കലാം. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റസൂലുള്ളാഹിനെ ആദ്യം കണ്ടതാരാ? മനുഷ്യരെ കൂട്ടുന്ന മൂസാ നബിയാണ്. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന് വലിയ ഭയം കിട്ടിയതാ. റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിനെ കണ്ട് ആ കാഴ്ച എങ്ങനെയാവുന്ന നമുക്ക് പറയാൻ പറ്റില്ല, അത് പറഞ്ഞാട്ട് മനസ്സിലാകുന്നുമല്ല. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ച എന്ന് മനസ്സിലാക്കിക്കോളും. നമ്മളണ്ട് കണ്ണുകൊണ്ട് മുമ്പിൽ വെച്ചിങ്ങനെ കാണാം. അപ്പം അള്ളാഹ് റസൂലുള്ളാഹിന് മുമ്പിൽ, റസൂലുള്ള പുറത്ത്. അങ്ങനെയൊന്നുമല്ല, ഒരു സാധാരണ നടക്കുന്ന ഊജത്തല്ലാത്ത എന്ന കണ്ണുകൊണ്ടുള്ള കാഴ്ച തന്നെയാണ് താൻ, സ്വപ്ന കണ്ടതല്ല. അങ്ങനത്തെ കാഴ്ച കണ്ട് റസൂല മടങ്ങുമ്പോൾ ഈ കാഴ്ച നബിയല്ലാത്ത ഒരാൾക്കും അള്ളാഹു അനുവദിക്കാത്തതാണ്, ഒരാൾക്കും കൊടുത്തിട്ടില്ല. മൂസാ നബി അതിൻ്റെ എത്രയോ മുമ്പ് ചോദിച്ചു. അള്ളാഹുവിൻ്റെ കലാമ് നേരെ കേട്ടപ്പോൾ അതൊക്കെ കേട്ട് ആസ്വദിച്ചു, ആനന്ദിച്ചു. റബ്ബേ, എൻ്റെ കലാമ് ഞാൻ കേട്ടു, സന്തോഷമുണ്ട്. പക്ഷേ നിന്നൊരു നോക്ക് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. റബ്ബി അരിനി അന്നു ഇലയിക്ക, പഠിച്ചവനെ, നീ നിന്റെ പരിശുദ്ധമായ ദാത്തിനെ നിനക്ക് കാണിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ കാണരുത്, ദർശിക്കട്ടെ. കാലല്ല കറാനി, മൂസയെ കാണൂല. എന്നിട്ട് പറഞ്ഞാൽ ഒരഭിപ്രായ പ്രകാരം ഒരു കാലത്തും കാണൂല, തീർച്ചയായും കാണൂല. തേബീദിനെയും കുറിക്കുന്ന, അപ്പൊ നിശ്ചയം കാണൂല. തേബീദാകുമ്പോൾ ഒരു കാലത്തും കാണൂല. മൂസാന് വിടുന്നില്ല. അല്ല, അജ്ജ് വിചാരിച്ചാൽ കാണാത്തില്ലല്ലോ. നീ വിചാരിച്ചാൽ എന്നെ എനിക്കൊന്ന് കാണിച്ചിട്ടുണ്ടേ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞെന്താ? വലാകിൻ ഇൻദുർ ഇലൽ ജബൽ, തൂർ സിനാ പർവ്വതത്തിലേക്ക് നോക്ക്. ഫൈനിസ്തഖറ മക്കാനഹു ഫസൗഫ തറാനി, എൻ്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക് എത്തുമ്പോൾ ആ പർവ്വതത്തിന് സഹിക്കാനും താങ്ങാനും കഴിയുമെങ്കിൽ പർവ്വതം ഉറച്ചു നിൽക്കും. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന പക്ഷം നിനക്കെന്നെ കാണാനും പറ്റും. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കൻ വഖറ മൂസാ സഇഖാ, അല്ലാഹുവിന്റെ നൂർ തജല്ലി ആ പർവ്വതത്തിലേക്കൊന്ന് ചെറിയ നിലക്ക് എത്തിയപ്പോൾ ജഅലഹു ദക്കാ, ആ പർവ്വതം മധുക്കൂക്കായി തകർന്ന് തരിപ്പണമായി. മൂസാ നബി അലൈഹി സ്വലാം അബോധാവസ്ഥയിൽ നിലംപൊത്തിപ്പോയി. കണ്ടങ്ങള്. അപ്പൊ അത്രയൊക്കെ പ്രയാസം സഹിച്ച ആള് എന്ന് എടുക്കുക. അല്ലാഹു തആല എന്ത് ചെയ്തു? നേരെന്നെ കണ്ടില്ലെങ്കിലും നേരിട്ട് കണ്ടുവന്ന ആളാ മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയെ വേറെ ആള് കാണുന്നതിന് മുമ്പ് ആദ്യത്തെ കാഴ്ച ആർക്കായി? മൂസാ നബിക്ക് എന്ന് പറയും പോലെ വേറെ ആരും സ്വീകരണം കൊടുക്കുന്നതിന് മുമ്പ് നേരെ എറണാകുളം ജില്ലയ്ക്ക്, നമ്മളെ ദാറുലേക്ക് മുക്കാൻ വന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സ്വീകരണമായിരിക്കട്ടെ ആദ്യത്തെ സ്വീകരണം. എല്ലാ വിധത്തിലുള്ള സ്വീകരണം നമ്മൾ കൊടുക്കേണ്ടത് ദുആ കൊണ്ടാണ്. സുന്നത്ത് ജമാഅത്തിന് ശക്തമായ നല്ല നേതൃത്വം കൊടുത്ത് കരുത്തോടുകൂടെ, നെഞ്ഞോക്കോടുകൂടെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിൽക്കാൻ തങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനത്തെ ഒരു പിതാവിൻ്റെ മകനാണ് TSK തങ്ങൾ എന്ന് പറഞ്ഞാൽ. എല്ലാത്തിനും നല്ല ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. ആഖിറ
അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. എന്ന പോലെ തങ്ങളവർക്ക് നമുക്ക് നമ്മുടെ പ്രവർത്തകർക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇൽമിൻ്റെ ഈ സ്ഥാപനം ഇവിടെ ഇത് നിലനിർത്തുന്നതിൽ വളരെ അങ്ങേയറ്റം വിഷമങ്ങളും തരണങ്ങളും അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കുടുംബത്തെക്കുറിച്ചും അന്വേഷിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഞാൻ നിൽക്കണ ജാമിയ ഹിക്കമിയ, അതിൻ്റെ ഒരു ഭാഗമായുള്ള ദാറുൽ ഹിക്കം, എൻ്റെ ഹിക്കമിയയിൽ ഈ പണ്ടാരികൾ പണ്ടാറമായി ഇത് എപ്പോഴും പണ്ടാറക്കാനേ പറ്റുള്ളൂ. കാരണം ഒരു ദിവസം നല്ല ഭക്ഷണമില്ല. എന്തുകൊണ്ട്? ഈ ശമ്പളം വാങ്ങുന്നവരല്ലേ പണിക്കുള്ളത്, അവർക്ക് വല്ല ഇഖ്ലാസും ഒന്നും കൊടുത്തു കളഞ്ഞ് തരത്തില്ല. അങ്ങനെയുണ്ട്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലർക്ക് ഇഖ്ലാസ്. ഞാനിപ്പോ എൻ്റെ ഇക്കമയിൽ ഇപ്പോൾ 9 കൊല്ലമായി ഞാൻ നിന്ന് തുടങ്ങിയിട്ട്, അന്ന് മുതൽക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം 4 വർഷം കിട്ടിയിട്ടുണ്ടാവും. മറ്റെങ്കിൽ തരൂല. എന്താ? ചപ്പാത്തി കൂടും, കറിയും കൂടും. ആ 2 കൂണാണ് കൂടുമ്പോൾ സുബ്ഹാനല്ലാഹ് പൊള്ളിക്കടൽ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആ സ്ഥാനത്ത് ഇവിടെ എന്താ സ്ഥിതി? ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദും കൂടി, മൂപ്പര വീട്ടിലെ ഭാര്യയും കുട്ടികളും കൂടി അവരും അടക്കം ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ സ്ഥാപനം എന്ന നിലക്ക് ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സർവ്വസമയവും ചെലവഴിച്ചുകൊണ്ട് കിട്ടുന്നതെല്ലാം അതിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിനെ അടുത്തറിയുകയും ഇൽമിൻ്റെ ഒരു കേന്ദ്രമായി ഇങ്ങനെ ആണ് ഈ സ്ഥാപനം നടത്തുന്നത്. എല്ലാം നല്ല രീതിയിൽ നടത്താൻ എല്ലാ നിലക്കുള്ള അസ്ബാബുകളും അല്ലാഹു തുറന്ന് മാറ്റി തരട്ടെ. നമ്മുടെ കൽബുകളെ അങ്ങോട്ട് അല്ലാഹു ചായ്പിച്ചു തരട്ടെ. നമ്മൾ ആ ഭാഗം പോലെ എല്ലാ പള്ളികളിലും ദർസ് ഈ ഭാഗത്ത് കുറയും. ഇത് ദർസുകളൊക്കെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിങ്ങനെ പുഷ്ടിപ്പെടുത്തി ദീനിയായ ഒരു ബോധം നാട്ടിലുണ്ടാക്കാൻ, അതിൻ്റെ ഗുണം ചെറുതൊന്നുമല്ല. ഒരു ദർസ് നാട്ടിൽ നടന്നാൽ വിദേശികളായ കുട്ടികളാണ് പഠിച്ചു പോകുന്നതെങ്കിലും ആ കൂട്ടത്തിൽ നാട്ടുകാരായ കുട്ടികൾക്ക് പഠിക്കാനും, ഇനി പഠിച്ച് വലിയൊരു ആര്യമൊന്നും ആയില്ലെങ്കിലും ദീനിയായ സംസ്കാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനും കാരണമാവും. എത്രയോ ആൾക്കാർ അങ്ങനെയുണ്ട്. പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ അങ്ങനെ പഠിച്ചു, അങ്ങനെ ശീലിച്ചു. അതിപ്പോഴും അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അതെൻ്റെ ചെറുപ്പത്തിൽ പള്ളി ദിവസം പോയപ്പോൾ അങ്ങനെ ഒന്ന് ശീലിച്ച കൃത്യമായി ഹദ്ദാദി എല്ലുന്ന സാധാരണക്കാർ എത്രയുണ്ട്. നാട്ടിലെ പള്ളി ദർസിൽ പഠിച്ച കാലത്ത് അത് ശീലമായതാണ്. സുബഹി നിസ്കരിച്ചാൽ ഒരു അരജുമെങ്കിലും ഖുർആൻ ഓതാതെ വൃത്തിക്ക് ഉറങ്ങൂല, അങ്ങനത്തെ സാധാരണക്കാരുണ്ട്. അത് ദർസിൽ പഠിച്ചപ്പോൾ ശീലമായതാണ്. ഇതൊക്കെ ഒരു നാട്ടിൽ ഒരു ദർസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നാട്ടുകാരായ കുട്ടികളെ അയച്ചു കൊടുക്കും. അങ്ങനെ ക്ലാസ്സുകളും പരിപാടികളൊക്കെ വെച്ചും ദീനിയായ ഉത്ബോധനം നടത്തിയും ഒക്കെ ദീനിൻ്റെ ഒരു പച്ചപ്പിടിപ്പ് ഉണ്ടാകണമെങ്കിൽ ഇതുപോലത്തെ സ്ഥാപനങ്ങളോ ദർസുകളോ ഒക്കെ വേണം. അതുകൊണ്ട് എല്ലാ നിലക്കും എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക, സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എന്ന പോലെ ഇവിടെ നല്ലൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. അറബികളെ പണമൊന്നുമല്ല, അത് മുഴുവൻ ഇങ്ങനെ കിട്ടുന്ന തുണ്ടം പൈസകൾ വെച്ച് അങ്ങനെ ഉണ്ടാക്കിയല്ല. ഇന്ന് അൽഹംദുലില്ലാഹ് വലിയൊരു കെട്ടിടമാണ്. അപ്പോൾ വന്നൊരാൾ ഉസ്താദിനെ കിട്ടിയിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന ആ നിർബന്ധത്തിൽ കെട്ടിടം പണിയെല്ലാം തീർന്ന് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അടുത്തൊരു സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ കിട്ടും. ഇപ്പോൾ ഉസ്താദിന് വലിയ തിരക്കുള്ള സമയമാണ്. ഉസ്താദിൻ്റെ പ്രായത്തിലെ ആലോചിച്ച് നോക്കും. ഈസലി കൊല്ലം അനുസരിച്ച് 76, ഹിജറി കൊല്ലം അനുസരിച്ചപ്പോൾ ഒരു 2.5 വയസ്സും കൂടി കൂടും. എന്നിട്ട് ആ ഉസ്താദ്
ഒരു സ്ഥലത്തല്ല. ഇപ്പൊ ഈ ഒരു മാസത്തിൽ 6 രാഷ്ട്രങ്ങളിൽ ഉസ്താദ് പോയി. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഈ പ്രായത്തിലാണ് പോകുന്നത്. അപ്പൊ നമ്മളൊക്കെ ഉസ്താദിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. റഹ്മാനുർ റഹീമായ തമ്പുരാനെ ഉസ്താദിനും അതുപോലെ സുലൈമാൻ ഉസ്താദർക്കുള്ള ആലിമീനും എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നീ നൽകണേ റഹ്മാനെ. നിന്റെ പ്രത്യേക പരിഗണന അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അവരുടെ കൂടെ ഞങ്ങൾക്കും ആയുസ് നീട്ടി തന്നെ റഹ്മാനെ. നിന്റെ താഴത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ നടക്കും. എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആർക്കണം എന്ന വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ ബൻബുൾ ഉസ്താദ് സലാഹുദ്ദീൻ തങ്ങളവരുടെ ആദരിക്കുന്നു. നമ്മുടെ ഈ ദാറുൽ ഹിക്മത്തിൻ്റെ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിനുള്ള നിർവഹിച്ചു വിട്ടെ. അസ്സലാമു അലൈക്കും.